ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലുള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. സോ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഇത് ഇത്തിരി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിൽ നിന്ന് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തൊട്ടടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. സോ നിങ്ങളിത് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിലെ ബേസിക് കൺസെപ്റ്റ്സ്, കാര്യങ്ങൾ, ഐഡന്റിറ്റീസ്, ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ആക്ച്വലി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് എവിഡൻ്റ് ആണ്. സോ നമുക്ക് എന്താണ് ട്രിഗണോമെട്രി, എവിടെയാണ് ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നീ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കിയാലോ. യെസ്, സോ എന്തിനാണ് ആക്ച്വലി നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്നത്? നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് നെയിമിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ട്രിഗണോമെട്രിക്കകത്തെ മൂന്നായിട്ട് നമുക്ക് ആ ഒരു വേർഡിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ട്രൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 എന്നാണ് മീനിങ്. അത് ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഗോൺ മീൻസ് നമുക്ക് സൈഡ്സ് എന്നാണ് ഗ്രീക്കിൽ മീനിങ് വരുന്നത്. ദെൻ മെട്രി മീൻസ് മെഷർ എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമ്മുടെ ഒരു 3 സൈഡുള്ള, നമുക്ക് 3 സൈഡ്സ് ആയിട്ടുള്ള ഒരു പോളിഗൺ ആണ് എന്ത്, ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്ത്, എസ്പെഷ്യലി നമ്മുടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ആക്ച്വലി എന്ത്, ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അതാണ് ആക്ച്വലി പഠിക്കുന്നത്. നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കും. ആ പ്രോബ്ലംസിൽ അവർ ചോദിക്കുന്ന ഹൈറ്റ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസസ് നമ്മൾ ഈ ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ഇതാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയും. ആക്ച്വലി എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്? ഇപ്പം നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 സൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിന് ആംഗിൾസും ഉണ്ട്. ഒരു 90 ഡിഗ്രി ആംഗിളും ഉണ്ട്, അതേപോലെ അക്യൂട്ട് ആംഗിൾസും ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം, അതാണ് ആക്ച്വലി നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് ഐഡന്റിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ആ ഐഡന്റിറ്റീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഡെറിവേഷൻസ് പോലെയൊക്കെ ഉണ്ട്. മേ ബി അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും നിങ്ങളിവിടെ പഠിക്കുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസും പിന്നെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ് പ്രോബ്ലംസും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ സോൾവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്താലോ. ഓക്കെ, സോ ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ആക്ച്വലി ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കുത്തബ് മിനാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയെന്നിരിക്കട്ടെ. സോ അതിലൊരു സ്റ്റുഡൻറ്റ് കുത്തബ് മിനാറിൻ്റെ ടോപ്പിലേക്ക് സൈറ്റ് ചെയ്യാണ് എന്നിരിക്കട്ടെ, നോക്കുകയാണെന്നിരിക്കട്ടെ. സോ ഇത് സ്റ്റുഡൻ്റ് ആണ്, ഇത് ഗ്രൗണ്ട് ലെവലാണ്. സോ ഇവിടെ ഇത് ഗ്രൗണ്ട് ആണ്. സോ ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും ആ ഒരു സൈറ്റ് പോകുന്നുണ്ടാവുക, അല്ലേ? സോ ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും ആ ഒരു സൈറ്റ് പോകുന്നുണ്ടാവുക. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ട്, ഇതിപ്പോൾ എന്താണ്, ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണുള്ളത്, അല്ലേ? ഇതൊരു ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 3 സൈഡ്സും അതിൻ്റെ ആംഗിൾസും യൂസ് ചെയ്തിട്ട് ഈ കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതേപോലെ വേണമെങ്കിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റും ഈ കുത്തബ് മിനാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഇങ്ങനത്തെ കേസസിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നത്. അതായത് ആക്ച്വലി നമ്മൾ എന്താ പറയുക, ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നതിന് പകരം ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. സോ
അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ട്രിഗണോമെട്രി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഇതിപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടുള്ള ഒരു സൈറ്റിന്റെ കേസാണ് പറഞ്ഞത്. ഇതേപോലെ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിന്റെ ബാൽക്കണിയിൽ നിന്ന് ഒരു സ്റ്റുഡന്റ്, ഇതിപ്പോൾ ഗ്രൗണ്ട് ആണെന്ന് ഇരിക്കട്ടെ, താഴെയുള്ള ഒരു ആളെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒന്നുകിൽ ബിൽഡിങ്ങിന്റെ എത്ര ഹൈറ്റിലാണ് ആ സ്റ്റുഡൻറ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് അതും നമുക്ക് കണ്ടുപിടിക്കാം. സോ ഈ ഒരു കേസിലും മുകളിൽ നിന്ന് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിലും മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിലും ഏത് കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രിഗണോമെട്രി തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. സോ ഇനി നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത്. എന്തെങ്കിലും ടോപ്പിക്സ് എക്സ്ട്രാ നിങ്ങൾക്ക് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ത്രൂ അറിയിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.